ഗുഡ് ഡേ എവ്രി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ BEd സിലബസിലെ തിയറട്ടിക്കൽ ബേസിസ് ഓഫ് ടീച്ചിങ് ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്റ്റിലെ യൂണിറ്റ് 1 ആയ ഇൻട്രൊഡക്ഷൻ ടു ടീച്ചിങ് ഫിസിക്കൽ സയൻസ് ആണ്. അപ്പോൾ ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ഇനോർഗാനിക് വേൾഡിനെയാണ് നമ്മൾ ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഇൻഫോർമേഷന് വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഇനി നമുക്ക് സയൻസിന്റെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ എന്താണെന്ന് പറയാം. സയൻസ് എന്ന് പറയുന്ന വേർഡ് സയൻസ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡായ സയൻഷ്യ എന്നാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് നോളേജ് ആണ്. അപ്പൊ സയൻസിന്റെ ബേസിക്കലി സയൻസ് മീൻ ചെയ്യുന്നത് നോളേജ്. ഓക്കെ, നമുക്ക് അതിന്റെ ഒരു ഡെഫിനേഷൻ പഠിക്കാം. നമ്മളൊരു ഡെഫിനേഷൻ പഠിക്കാൻ പോകുന്നത് ഫിറ്റ്സ് പാട്രിക്കിന്റെ ആണ്. കാണുമ്പോൾ അത് വലുതായിട്ട് തോന്നുമെങ്കിലും ഇറ്റ് ഇസ് എ സിമ്പിൾ വൺ. ഡെഫിനേഷൻ എങ്ങനെയാണ് വരുന്നത്? സയൻസ് ഇസ് എ ക്യുമുലേറ്റീവ് എൻഡ്ലെസ് സീരീസ് ഓഫ് എംപിറിക്കൽ ഒബ്സർവേഷൻ which result in the formation of concepts and theories, with both concepts and theories being subject to the modification of light of further empirical observation. Science is both a body of knowledge and the process of acquiring it. അപ്പോൾ വലുതാണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ അത് മനസ്സിലാക്കിയ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്. സയൻസ് എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ആണ്. ഈ ഒബ്സർവേഷൻ കാരണം കോൺസെപ്റ്റ്സും തിയറീസും ഫോം ആവും. ഈ ഫോം ആവുന്ന കോൺസെപ്റ്റ്സിനെയും തിയറീസിനെയും നമ്മൾ വീണ്ടും മോഡിഫിക്കേഷന് പറഞ്ഞു വിടുമ്പോൾ അത് എന്താവും? ഫർദർ മോഡിഫിക്കേഷന് വേണ്ടി നമ്മൾ പറഞ്ഞു വിടും. ഇൻ ലൈറ്റ് ഓഫ് ഫർദർ എംപിറിക്കൽ ഒബ്സർവേഷൻ, പുതിയ ഒബ്സർവേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും മോഡിഫിക്കേഷന് വേണ്ടി പറഞ്ഞു വിടുന്നതാണ് ഈ പറയുന്നത്. അപ്പൊ എന്താണ് പറയുന്നത്? സയൻസ് എന്ന് പറയുന്നത് എൻഡ്ലെസ് സീരീസ് ഓഫ് എംപിറിക്കൽ ഒബ്സർവേഷൻ ആണ്. അത് കാരണം കോൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ് ഫോം ചെയ്യുന്നു. ഈ കോൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ് വീണ്ടും ഫർദർ എംപിറിക്കൽ ഒബ്സർവേഷന് വേണ്ടിയിട്ട് നമ്മൾ മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് പറഞ്ഞു വിടാണ്. സയൻസ് എന്ന് പറയുന്നത് ബോഡി ഓഫ് നോളേജും ആണ്. അതുപോലെ തന്നെ അത് ഉണ്ടാക്കാനുള്ള വഴി ദ പ്രോസസ് ഓഫ് അക്വയറിംഗ് ഇറ്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. അപ്പൊ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് നേച്ചർ ഓഫ് സയൻസ് എന്താണെന്ന് പഠിക്കാം. അതിൽ മെയിൻ ആയിട്ട് 3 പോയിന്റ്സ് ആണ് വരുന്നത്. സയൻസ് എന്ന് പറയുന്നത് ഒരു ബോഡി ഓഫ് നോളേജ് ആണ്. സയൻസ് എന്ന് പറയുന്നത് ഒരു മെത്തേഡ് ഓഫ് എൻക്വയറി ആണ്. സയൻസ് ഇസ് ആൻ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ്. അപ്പൊ സയൻസ് ഇസ് എ ബോഡി ഓഫ് നോളേജ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. സയൻസ് പല സയന്റിസ്റ്റും അതിനൊരു നോളേജിന്റെ ഒരു ബോഡി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സയന്റിഫിക് നോളേജ് എന്ന് പറയുന്നത് ഫാക്ട്സ്, കോൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ്, ലോസ്, ഹൈപ്പോത്തസിസ്, തിയറീസ്, ഇതൊക്കെ കൂടി ചേർന്നതാണ് സയൻസ് എന്നാണ് പറയുന്നത്. ഇനി പറയുന്നത് സയൻസ് ഒരു മെത്തേഡ് ഓഫ് ഇൻക്വയറി ആണ്. അപ്പൊ കാൾ പേഴ്സൺ എന്ന് പറയുന്ന ഒരു അക്കോർഡിംഗ് ടു കാൾ പേഴ്സൺ സയന്റിഫിക് മെത്തേഡ് 6 സ്റ്റെപ്സിലൂടെയാണ്. സയന്റിഫിക് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് 6 സ്റ്റെപ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ആദ്യം നമ്മൾ പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷം ഒബ്സർവേഷനെ ഗ്യാദർ ചെയ്യണം. ഈ ഒബ്സർവേഷന്റെ ബേസിസിൽ നമ്മളൊരു ഹൈപ്പോത്തസിസ് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ്, ഒരു ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കണം. ആൻഡ് ഈ റിലേറ്റബിൾ ആയിട്ട് വരുന്ന അത് ഒബ്സർവേഷൻസ് നമ്മൾ testable prediction of other related observable phenomena are developed from the hypothesis ൽ നിന്ന് നമ്മൾ പുതിയ predictions ഉണ്ടാക്കുന്നു. then ഈ hypothesis നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ഈ ടെസ്റ്റിന്റെ റിസൾട്ടിൽ നമ്മൾ കൊടുത്ത ഒബ്സർവേഷൻ എന്ന് പറയുന്നത് സപ്പോർട്ട് ആണോ, റിജക്റ്റ് ആണോ, മോഡിഫൈ ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ സയൻസ് എന്ന് പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ് ആണ്. ഒരു സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാള് ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും, ഒബ്ജക്റ്റീവ് ആയിരിക്കും, സൂപ്പർസ്റ്റിഷനിൽ നിന്ന്, ബിലീഫിൽ നിന്ന് ഫ്രീഡം ഉള്ള ഒരാളായിരിക്കും, കോസ് എഫക്ട് റിലേഷൻഷിപ്പിൽ അദ്ദേഹം വിശ്വസിക്കുന്ന ഒരാളായിരിക്കും. ഈ ഫാക്ട്സിനെയും ഫിക്ഷനെയും തമ്മിൽ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിന് സാധിക്കും. പക്ഷെ ഇത്ര മനസ്സിലാക്കിയാൽ മതി. നേച്ചർ ഓഫ് സയൻസ് എന്ന് പറയുന്നത് ഒരു ബോഡി ഓഫ് നോളേജ് ആണ്. അതൊരു മെത്തേഡ് ഓഫ് ഇൻക്വയറി ആണ്. ഇത് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ് ആണ്. ഇനി നേച്ചർ ഓഫ് സയൻസിനെ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. സബ്സ്റ്റാൻഡിംഗ് സ്ട്രക്ചർ ഓഫ് സയൻസ്, സിന്റാറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് സയൻസ്, സോഷ്യൽ പെർസ്പെക്റ്റീവ് ഓഫ് സയൻസ്. ഇതിന്റെ 3ന്റെയും ഒരു അഡീഷനെയാണ് നമ്മൾ നേച്ചർ ഓഫ് സയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബേസിക്കലി സയൻസ് ഇസ് ഈക്വൽ ടു ഇൻക്വയറി പ്ലസ് നോളേജ് പ്ലസ് സോഷ്യൽ ആസ്പെക്ട്സ്. ഇതിൽ സബ്സ്റ്റാൻഡിംഗ് സ്ട്രക്ചർ ഓഫ് സയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന്റെ ഉള്ളിലാണ് ഈ സബ്സ്റ്റാൻഡിംഗ് സ്ട്രക്ചർ ഓഫ് സയൻസിലെ നോളേജ്, കോൺസെപ്റ്റ്, ഡെഫിനിഷൻസ് ഒക്കെ വരും. ഇനി സിന്റാക്ടിക്കൽ സ്ട്രക്ചർ ഓഫ് സയൻസ് അതെന്ന് പറയുന്നത് ഈ സയൻസിന്റെ പ്രോസസ്സിനെയാണ് നമ്മൾ സിന്റാക്ടിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി സോഷ്യൽ പെർസ്പെക്റ്റീവ് ഓഫ് സയൻസ് അതെന്ന് പറയുന്നത് സയൻസ് ആൻഡ് സൊസൈറ്റി, ടെക്നോളജിനെ കുറിച്ചാണ് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് സ്കോപ്പ് ഓഫ് ദ ഫിസിക്കൽ സയൻസ് എന്ന് പറയാം.
സ്കോപ്പിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഇത് നമുക്ക് അക്കാഡമിക് ആൻഡ് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസിന് കാരണമാകുന്നു. ഇപ്പൊ ഹയർ എഡ്യൂക്കേഷനിൽ റിസർച്ച് ഒക്കെ നടക്കുന്ന നമുക്കൊരു കാര്യം അറിയാവുന്നല്ലോ. പിന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, ഈ സയൻസ് എന്ന് പറയുന്നതാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ ഇൻവെൻഷന്റെയും ഇന്നോവേഷൻസിന്റെയും ബേസ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക്സിലായിക്കോട്ടെ, മെക്കാനിക്സിലായിക്കോട്ടെ, ഇൻഡസ്ട്രിയൽ പർപ്പസിലായിക്കോട്ടെ, ഇതിലൊക്കെ ബേസ് എന്ന് പറയുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിന്റെ ബേസ് എന്ന് പറയുന്നത് സയൻസ് തന്നെയാണ്. പിന്നെ വൈഡ് റേഞ്ച് ഓഫ് കാരിയർ ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. എഞ്ചിനീയറിംഗ്, മെഡിക്കൽ ടെക്നോളജി, എൻവിറോൺമെന്റൽ സയൻസ്, അതിലൊക്കെ. പിന്നെ എവറി ഡേ ആപ്ലിക്കേഷൻസിൽ സയൻസിന് മുഖ്യമായിട്ട് ഒരു പങ്കുണ്ട് നമുക്കറിയാം. പിന്നെ നമുക്ക് ഡെവലപ്മെന്റ് ഓഫ് സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് ലോജിക്കൽ തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ് ബേസ്ഡ് ഓൺ എവിഡൻസ്, അതിനെയാണ് നമുക്ക് സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമ്മൾ ഫർദർ പഠിക്കും. അപ്പൊ ഡെവലപ്മെന്റ് ഓഫ് സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഫിസിക്കൽ സയൻസിന്റെ ഒരു സ്കോപ്പാണ്. ദെൻ എൻവിറോൺമെന്റൽ ആൻഡ് എനർജി സൊല്യൂഷൻ, കൺസർവേഷൻ ഓഫ് ദ എനർജിയിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് പോയിന്റ്സ് പറഞ്ഞത്? അക്കാഡമിക് ആൻഡ് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ്, career opportunities, everyday applications, development of scientific attitude, environmental and energy solution. നെക്സ്റ്റ്, സയൻസ് ആസ് പ്രൊഡക്റ്റ് ആൻഡ് പ്രോസസ്. ആദ്യം നമുക്ക് സയൻസ് ആസ് പ്രോസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ദ വേ ഓഫ് ഗ്യാതറിംഗ് ഇൻഫോർമേഷൻ, തിങ്കിങ്, മെഷറിംഗ്, പ്രോബ്ലം സോൾവിംഗ്, ഇതിനെയാണ് നമ്മൾ പ്രോസസ് ഓഫ് സയൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഗ്യാതറിംഗ് ഇൻഫോർമേഷൻ, തിങ്കിങ്, മെഷറിംഗ്, പ്രോബ്ലം സോൾവിംഗ്. ഇനി ദ വേരിയസ് പ്രോസസ് ഓഫ് ദ സയൻസിൽ നമുക്ക് ആദ്യം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ഡാറ്റയെ കളക്ട് ചെയ്യണം, അനലൈസ് ചെയ്യണം, സിന്തസൈസ് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് പുതിയൊരു സിറ്റുവേഷനിലേക്ക് ഇതിനെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതിനെയാണ് സയൻസ് ഒരു പ്രോസസ്സ്, ഒരു സിസ്റ്റമാറ്റിക് വേയിലാണ് ഇത് നടക്കുക. അതിന് അതിൻ്റെതായ ഒരു പ്രോസസ്സ് ഉണ്ടാവും. ആ പ്രോസസ്സ് എന്ന് പറയുന്നത് 5 കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിച്ചു നമ്മൾ പറഞ്ഞു. അപ്പൊ ദ വേ ഓഫ് ഗ്യാതറിംഗ് ഇൻഫോർമേഷൻ, തിങ്കിങ്, മെഷറിംഗ്, പ്രോബ്ലംസ്, ഒരു സയന്റിഫിക് വേയിൽ ഒരു സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ ഒരു സയന്റിഫിക് വേയിൽ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ കാണുന്നതിനെയാണ് സയൻസ് ആസ് എ പ്രോസസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സയൻസ് ആസ് എ പ്രൊഡക്റ്റ്? ഈ സിസ്റ്റമാറ്റിക് വേയിലൂടെ നമുക്ക് അക്വയർ ചെയ്യുന്ന ഇൻഫോർമേഷൻ, ഏതൊക്കെ ഇൻഫോർമേഷൻസ് ആണോ നമ്മൾ ഗ്യാദർ ചെയ്യുന്നത്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊഡക്റ്റ്. ബേസിക് കോമ്പോണൻസ് ഓഫ് പ്രൊഡക്ട്സ് ഓഫ് ദ സയൻസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫാക്ട്സ്, കോൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ്, തിയറീസ്, ലോസ് ഒക്കെ എന്താണ്? ഒരു പ്രൊഡക്റ്റ് ആണ്, സയൻസിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. അതിലേക്ക് അച്ചീവ് ചെയ്യാൻ നമ്മൾ വന്ന വഴിയെയാണ് നമ്മൾ പ്രോസസ് എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് ഒരു സയൻസ് ആസ് ബോത്ത് പ്രോസസ് ആൻഡ് പ്രൊഡക്ട്സ്. സയൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബോഡി ഓഫ് നോളേജ് ആണ്, ആൻഡ് പ്രോസസ് ഓഫ് അക്വയറിംഗ് ഇറ്റ് ആണ്. ഇനി ഒരു ടേബിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് എഴുതിയിട്ട് പഠിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിലും പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇതില് പ്രോസസ് ആസ്പെക്ട് എന്ന് പറയുന്നത് വേർബ് ആണ്, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, നൗൺ അല്ല. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നൗൺ ആണ്. അത് മാത്രമാണ് ഇതിൽ എക്സ്ട്രാ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ ടേബിൾ എഴുതിയിട്ട് നമ്മളോട് ഇപ്പൊ ചോദിക്കുകയാണ് സയൻസ് ആസ് പ്രോസസ് ആൻഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻസ് ആസ് പ്രോസസ് എഴുതുക, സയൻസ് ആസ് പ്രൊഡക്റ്റ് എന്ന് എഴുതുക, സയൻസ് ആസ് ബോത്ത് പ്രൊഡക്റ്റ് ആൻഡ് പ്രോസസ് എഴുതിയാൽ നമുക്ക് മാർക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Now വരുന്നതാണ് evolution and significance of physical science as school subject in India. ഇതിൽ ഈ 4 പോയിന്റ് മാത്രം എഴുതി വെച്ചാൽ പോലെ ഞാൻ ഈ പറയാൻ പോകുന്ന പോയിന്റ്സും ഓരോ ഹെഡിങ്ങിന്റെ കീഴിലും ആഡ് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. നമ്മൾ ഇതിന് 4 പോയിന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രീ കൊളോണിയൽ പീരീഡ്, കൊളോണിയൽ പീരീഡ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇറ, 21st സെഞ്ചുറിയിലെ ഡെവലപ്മെന്റ്സ്. അപ്പൊ കൊളോണിയൽ പീരീഡിൽ എന്താണ് നടന്നിരിക്കുന്നത്? അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് റിച്ച് സയന്റിഫിക് ഹെറിറ്റേജ് ആണ് ഉള്ളത്. നമ്മുടെ പഴയ ശാസ്ത്രജ്ഞന്മാരായ ആര്യഭട്ട, വരാഹമിത്ര, ഭാസ്കര, കന്നഡ, ഇവരൊക്കെ സയൻസിൽ ഓരോ ഏരിയാസ് ആയ ആസ്ട്രോണമി, ഗ്രാവിറ്റി, മാറ്റർ, മോഷനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ പ്രീ കൊളോണിയൽ പീരീഡിൽ ഗുരുകുല സിസ്റ്റം എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്നറിയാം. അപ്പൊ ഗുരുകുല സിസ്റ്റത്തിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആയിരുന്നു. അവിടെ ഫിലോസഫി ആൻഡ് റിലീജിയന്റെ ഒപ്പം തന്നെ സയൻസും പഠിപ്പിച്ചു പോയിരുന്നു. പക്ഷെ ഇവിടെ സയന്റിഫിക് വേ ഓഫ് ടീച്ചിങ് ആയിരുന്നില്ല, ജസ്റ്റ് സൈഡ് ബൈ സൈഡ് ആയിട്ട് നമ്മൾ കൊണ്ടുപോയിരുന്നു. അത് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇനി കൊളോണിയൽ പീരീഡിലേക്ക് വരുമ്പോൾ, ദാറ്റ് മീൻസ് ബ്രിട്ടീഷ് റൂൾ കാലഘട്ടത്തിലാണ് ശരിക്കും സയൻസ് ഒരു എഡ്യൂക്കേഷൻ ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നത്. അപ്പൊ ബ്രിട്ടീഷ് എഡ്യൂക്കേഷണൽ പോളിസിയിൽ ഫസ്റ്റ് വന്നതാണ് മക്കോളീസ് മിനിറ്റ്. അത് 1835 നിലവിൽ വന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഫിലോസഫിയിൽ പഠിക്കുന്നുണ്ട്. അതിനുശേഷം വുഡ്സ് ഡിസ്പാച്ച് വന്നു. അവിടെ വെസ്റ്റേൺ സയൻസ് ആൻഡ് എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് ഇൻ സ്കൂൾസിൽ കൊടുത്തു. പക്ഷെ ഇതെവിടെയാണ് പഠിപ്പിച്ചിരുന്നത്? സ്കൂൾസിൽ, പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ടയിലൊക്കെയാണ് പഠിപ്പിച്ചിരുന്നത്. റൂറൽ ഏരിയാസ് അല്ലെങ്കിൽ വെർനാക്കുലർ സ്കൂൾസിലൊന്നും, എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്കൂൾസിലൊന്നും സയൻസ് എഡ്യൂക്കേഷൻ ആയിട്ട് പഠിപ്പിച്ചിരുന്നില്ല.
പിന്നെ വരുന്നതാണ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇറ. ദാറ്റ് മീൻസ് 1947 തൊട്ടുള്ള കാലഘട്ടത്തിൽ. അപ്പോൾ 1947 നാഷണൽ ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് സയൻസ് എഡ്യൂക്കേഷന് വളരെ പ്രാധാന്യം നമ്മൾ കൊടുത്തു പോന്നിരുന്നു. കമ്മീഷൻസ്, ഈ കോത്താരി കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ, അതും നമ്മൾ ഫിലോസഫിയിൽ പഠിക്കുന്നുണ്ട്. അവര് എംഫസൈസ് ചെയ്തൊരു പോയിന്റ് ഉണ്ട്, സയന്റിഫിക് എഡ്യൂക്കേഷൻ ഫോർ ഓൾ. അതുപോലെ തന്നെ ഇന്റഗ്രേറ്റിംഗ് പ്രാക്ടിക്കൽ വർക്കും അതുപോലെ തന്നെ ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് വേണമെന്ന് കോത്താരി കമ്മീഷനിൽ പറഞ്ഞു. അതിനുശേഷം അതുപോലെ തന്നെ കമ്പൽസറി സബ്ജക്റ്റ് ആയിരിക്കണം, ഫിസിക്കൽ സയൻസ് കമ്പൽസറി സബ്ജക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇറയിലാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് NCERT ആൻഡ് SCERT ഒക്കെ നടക്കുന്നത്. ഇനി 21st സെഞ്ചുറി ഡെവലപ്മെന്റിൽ അപ്പൊ സയൻസ് ഏകദേശം ഇവിടെ ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു കമ്പൽസറി സബ്ജക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇറയിൽ. അത് കഴിഞ്ഞിട്ട് 21st സെഞ്ചുറി ഇപ്പൊ ഉള്ളതാണെങ്കിൽ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005ലും 2023ലും ഉണ്ട്. അവര് എന്താണ് പറഞ്ഞത്, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് സെൻട്രിക് സയൻസ് എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതുപോലെ തന്നെ കുറെ ഡിജിറ്റൽ ടൂൾസ്, സ്മാർട്ട് ക്ലാസ് റൂംസ് ഒക്കെ വന്നു. ദെൻ നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി multidisciplinary, conceptual and practical approaches giving physical science a new relevance in schools. അപ്പോൾ എന്ത് വേണമെന്ന് പറഞ്ഞു നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി? ഒരു മൾട്ടി ഡിസിപ്ലിനറി, കോൺസെപ്ച്വൽ ആൻഡ് പ്രാക്ടിക്കൽ അപ്രോച്ച് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ 4 പോയിന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇവല്യൂഷൻ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഫിസിക്കൽ സയൻസ് സ്കൂൾ സബ്ജക്ട് പറയുമ്പോൾ ഈ 4 പോയിന്റ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ ഓരോ പോയിന്റിന്റെയും താഴെ ഞാൻ എന്താണോ ഇപ്പൊ പറഞ്ഞത് ആ പോയിന്റ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ വരുന്നതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ഫിസിക്കൽ സയൻസ് ഇൻ ഇന്ത്യൻ സ്കൂൾസ്. അപ്പൊ ഫസ്റ്റത്തെ പോയിന്റ് സയന്റിഫിക് ലിറ്ററസി ഫോർ ഓൾ. അപ്പൊ നമുക്ക് ബേസിക് ലോസ് ഓഫ് നാച്ചറിനെ കുറിച്ച് മനസ്സിലാക്കാം, അതിന്റെ അപ്ലിക്കേഷൻസിനെ കുറിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത്, സേഫ്റ്റി, എനർജി ആൻഡ് എൻവയോൺമെന്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സയന്റിഫിക് ലിറ്ററസി എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പൊ ഫസ്റ്റത്തെ പോയിന്റ് സയന്റിഫിക് ലിറ്ററസി എല്ലാവർക്കും വേണം. പിന്നെ എൻകറേജിങ് സയന്റിഫിക് ടെമ്പർ. അപ്പൊ റാഷണൽ തിങ്കിങ് അത് പ്രൊമോട്ട് ചെയ്യുന്നു. Encouraging scientific temper എന്ന് പറഞ്ഞാൽ it promotes the rational thinking and creates a questioning attitude and rejection of superstition. അത് കാരണമാകുന്നു. നെക്സ്റ്റ് വരുന്നതാണ് ഫൗണ്ടേഷൻ ഓഫ് STEM careers എന്ന് പറഞ്ഞാൽ the careers in engineering, medicine, IT, research and teaching ഉള്ള കരിയേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് അടിസ്ഥാനം അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആണത്. ദെൻ ബ്രിഡ്ജിങ് urban rural educational gaps. ഇപ്പൊ ഒരു യൂണിവേഴ്സൽ സിലബസ് വന്നു കഴിഞ്ഞാൽ റൂറലിലും അതുപോലെ തന്നെ നമ്മുടെ മോഡേൺ ലൈക്ക് കുറച്ചും കൂടെ ഉൾവലിഞ്ഞ ഗ്രാമത്തിലും അതുപോലെ തന്നെ നമ്മുടെ എംപവർമെന്റ് ആൻഡ് ഈക്വാലിറ്റിക്ക് കാരണമാകുന്നു. എന്ന് പറഞ്ഞാൽ അർബൻ ഏരിയാസിലും റൂറൽ ഏരിയാസിലും ഒരേ ടൈപ്പുള്ള യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ, എല്ലാവർക്കും ഒരേപോലത്തെ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അത് ഇക്വാലിറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദെൻ നാഷണൽ ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ. നമ്മുടെ ഈ ISR പോലത്തെ പ്രോഗ്രാംസ് അതൊക്കെ നമ്മുടെ നാഷണൽ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ പ്രൊമോട്ട്സ് എൻവിറോൺമെന്റൽ ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ ടീച്ചർ സ്റ്റുഡൻസ് അബൌട്ട് ദ ക്ലൈമറ്റ് ചേഞ്ച്, പൊല്യൂഷനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതാണ് ഫിസിക്കൽ സയൻസിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇതും അതുപോലെ തന്നെ വാല്യൂസ് ഓഫ് സയൻസ് ഞാൻ ഈ പോയിന്റ്സ് മാത്രം എഴുതിയാൽ പോരാ, ഞാൻ എന്താണോ പറയാൻ പോകുന്നത് ആ പോയിന്റ്സും കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ വാല്യൂസ് ഓഫ് സയൻസിൽ വരുന്നത് മൊത്തം 6 പോയിന്റ്സ് ആണ്. ഇന്റലക്ച്വൽ വാല്യൂ, യൂട്ടിലിറ്റേറിയൻ വാല്യൂ, വൊക്കേഷണൽ വാല്യൂ, ഡിസിപ്ലിനറി വാല്യൂ, മോറൽ ആൻഡ് അസ്തെറ്റിക് വാല്യൂ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ വാല്യൂ. അപ്പൊ ഇന്റലക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഇന്റലക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ന്യൂ വേ ഓഫ് തിങ്കിങ് ആൻഡ് റീസണിങ്ങിന് കാരണമാകുന്നു. The great value of science is that it has introduced us to new ways of thinking and reasoning. അതുപോലെ തന്നെ സയൻസ് പഠിക്കുന്നതിലൂടെ നമുക്ക് ഒരു പ്രോബ്ലത്തിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും സോൾവ് ചെയ്യാനും സാധിക്കുന്നു. It enables the students to become more logical, develop reasoning ability and creativity. അപ്പോൾ അതുപോലെ തന്നെ ഇന്റലക്ച്വൽ വാല്യൂ ഓഫ് സയൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മളെ കുറിച്ചുള്ള അറിവും അതുപോലെ തന്നെ നമ്മുടെ സറൗണ്ടിങ്ങിനെ കുറിച്ചുള്ള അറിവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ വരുന്നതാണ് യൂട്ടിലിറ്റേറിയൻ വാല്യൂ. യൂട്ടിലിറ്റേറിയൻ വാല്യൂ എന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ സയൻസിനുള്ള വാല്യൂ. അത് നമ്മൾ എംഫസിസ് ചെയ്യേണ്ട കാര്യം തന്നെയില്ല. കാരണം സയൻസ് ഹാസ് entered in our life and daily activities too much that our existence would become impossible without it. എന്ന് പറഞ്ഞാൽ ഗാഡ്ജറ്റ്സ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഇല്ലാത്തൊരു വേൾഡിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ വരെ പറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ കിടന്നുറങ്ങപ്പെടുന്ന ഫാൻ തൊട്ട് എല്ലാം എന്താണ് നമ്മുടെ സയൻസിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളാണ്. അത് കാരണം അങ്ങനത്തെ ഒരു ലൈഫ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. സോ ഇറ്റ് ഹാസ് ഇമൻസ് ഇമ്പോർട്ടൻസ് ഇൻ അവർ യൂട്ടിലിറ്റേറിയൻ ലൈഫ്. ഇനി വരുന്നതാണ് വൊക്കേഷണൽ വാല്യൂ.
അപ്പൊ ഇപ്പൊ ഇൻ ടുഡേസ് വേൾഡ് നമുക്ക് ഇന്റർ ഡിസിപ്ലിനറി ഒക്കേഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിസർച്ച് വർക്ക് കുറെ നടക്കുന്നുണ്ട് ഈ ഫീൽഡിൽ, സയൻസിന്റെ ഫീൽഡിൽ. ദെൻ മൊബൈൽ റിപ്പയർ, സൈബർ കഫേ ആൻഡ് മെനി മോർ എഡ്യൂക്കേഷൻസ്, നമ്മുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ്, മെഡിക്കൽ എഞ്ചിനീയറിംഗ്, അങ്ങനെ കുറെ ഫീൽഡിൽ എന്ത് വൊക്കേഷണൽ വാല്യൂ അങ്ങനെ സയൻസിനുണ്ട്. ദെൻ വരുന്നതാണ് ഡിസിപ്ലിനറി വാല്യൂ. സയൻസ് ടീം വർക്ക്, ഹെൽത്തി എക്സ്ചേഞ്ച് ഓഫ് തോട്ട്സ്, ബാലൻസ് ജഡ്ജ്മെന്റിനൊക്കെ കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ സയൻസ് പഠിക്കുന്നതിലൂടെ നമുക്കൊരു ഓർഗനൈസ്ഡ് ബിഹേവിയർ ആൻഡ് സിസ്റ്റമൈസേഷൻ ഓഫ് വർക്ക് വന്നു ചേരുകയാണ്. ഇറ്റ് ഹെൽപ്സ് ടു ലീവ് എ കോൺഫിഡന്റ് ആൻഡ് ഡിസിപ്ലിൻ ലൈഫ്. നമ്മുടെ ലൈഫിൽ ഒരു ഡിസിപ്ലിൻ വരുന്നു എന്ന് മാത്രമാണ് ഇത് ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ വരുന്നതാണ് മോറൽ ആൻഡ് എസ്തെറ്റിക് വാല്യൂ. അപ്പോൾ സയൻസ് പഠിക്കുന്നതിലൂടെ ഒരാൾക്ക് ഹൈ മോറൽ ആൻഡ് എസ്തെറ്റിക് വാല്യൂ വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെ മോറൽ വരുന്നു എന്ന് വെച്ചാൽ, ഒരു മോറൽ പേഴ്സൺ എന്ന് പറയുന്നത് ഓണസ്റ്റ്, ട്രൂത്ത്ഫുൾ ആൻഡ് ഹാസ് ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി ആണ്. സയൻസ് പഠിക്കുന്നതിലൂടെ ഒരാൾക്ക് പങ്ക്ച്വാലിറ്റി, പേഷ്യൻസ്, സെൽഫ് കൺട്രോൾ, സെൽഫ് റെസ്പെക്ട് ആൻഡ് ഡിറ്റർമിനേഷൻ വരുന്നു. ഇനി എങ്ങനെ എസ്തെറ്റിക് വാല്യൂ പറയുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സ്. കീറ്റ്സ് എന്ന് പറയുന്ന ഒരാൾ പറയുന്നത് ട്രൂത്ത് എന്ന് പറയുന്നത് ബ്യൂട്ടി ആണെന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ ചുറ്റുമുള്ള നേച്ചറില്ലേ, ആ നേച്ചറിന് എന്തുണ്ടെന്നാണ് പറയുന്നത്? അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻ, നമ്മുടെ ചുറ്റുമുള്ള നേച്ചറിന് ഒരു പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ഹാർമണി ഉണ്ട്. അപ്പൊ ഈ ഹാർമണി പഠിക്കുന്നതിനെയാണല്ലോ സയൻസ് എന്ന് പറയുന്നത്. അതിലൂടെ നമ്മള് സയൻസും ആർട്ടും ബേസിക്കലി സെയിം ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഇംഗ്ലീഷിൽ ഞാൻ പറയാം. ഇൻ നേച്ചർ everywhere we comes across what Einstein calls pre-established harmonies, which is beautiful, and discovery of such harmonies is the concern of science. So again, there is a compromise between the artist and the man of science, or in other words, science and art are basically the same. ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. നേച്ചറിന് ഒരു പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ഹാർമണി ഉണ്ട്. നമ്മൾ സയൻസിന്റെ ജോബ് എന്ന് പറയുന്നത് ഈ ഡിസ്കവറി ഓഫ് സച്ച് ഹാർമണീസ് ആണ്. അതുകൊണ്ട് സയൻസും ആർട്ടും സെയിം ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ വാല്യൂ. അപ്പോൾ നമ്മുടെ കൾച്ചറൽ ആൻഡ് സിവിലൈസേഷൻ ഓഫ് ദ കൺട്രിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സയൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെ പ്ലേ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന പല ട്രഡീഷണൽ ബിലീഫ്സ് ആൻഡ് സൂപ്പർസ്റ്റിഷന് സയൻസിലൂടെ റോങ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സയൻസിലൂടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അത് കാരണം സോഷ്യൽ ഓർഗനൈസേഷൻ പാടെ മാറി, ആൻഡ് ദെൻ അത് കാരണം അവിടെ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് ഉണ്ടാവുന്നതാണ് പറയുന്നത്. സോ സയൻസിന് എന്തുകൊണ്ട് ഒരു സോഷ്യൽ ആൻഡ് കൾച്ചറൽ വാല്യൂ ഉണ്ട്. അപ്പൊ ഈ വാല്യൂസ് ഓഫ് സയൻസ് ഒരു എന്തായാലും ഒന്ന് നോക്കണം. പിന്നെ വരുന്നതാണ് സയന്റിഫിക് ആറ്റിറ്റ്യൂഡ്. അപ്പൊ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ത് കൊണ്ടുവരുന്ന ഇമാജിനേഷൻ ആൻഡ് ഇമോഷണൽ സ്റ്റേറ്റ്സിനെ കൊണ്ടുവരുന്നു. കാരണം എന്താണ്? പ്രീവിയസ് എക്സ്പീരിയൻസ് കാരണം ഒരു മനുഷ്യന്റെ സം ടോട്ടൽ ഓഫ് മാൻസ് ഫീലിങ്സ്, പ്രിജുഡൈസസ്, ബയസസ്, അവർക്കുള്ള ദേഷ്യം, ഒരാളോടുള്ള ബയസ്, അതുപോലെ തന്നെ അവരുടെ ഓൾറെഡി തലയിലിരിക്കുന്ന അവരുടെ മനസ്സിൽ കൺവിൻസ് ചെയ്ത് വെച്ച സാധനങ്ങൾ, ഇതിനൊക്കെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പക്ഷെ സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് ഒരു പേഴ്സന്റെ മൈൻഡ് സെറ്റ് ഓർ അപ്രോച്ച് ടുവേർഡ്സ് ലേണിംഗ്, തിങ്കിങ് ആൻഡ് സോൾവിംഗ് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻസ്. ഒരാള് സയൻസിനെ ഏത് വഴിയിൽ പഠിക്കുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, ഏത് വഴിയിൽ നമ്മൾ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നു ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സയൻസ്, ഇതിനെയാണ് നമ്മൾ സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു? റാഷണൽ തിങ്കിങ്, ക്യൂരിയോസിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പൊ NSSE, ദാറ്റ് ഇസ് നാഷണൽ സൊസൈറ്റി ഓഫ് സ്റ്റഡി ഓഫ് എഡ്യൂക്കേഷൻ, ഒരു ഡെഫിനിഷൻ സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് കൊടുത്തിട്ടുണ്ട്. സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഓപ്പൺ മൈൻഡ്നെസ് ആണ്, ഒരു ഡിസയർ ഫോർ അക്യുറേറ്റ് നോളേജ് ആണ്, ആൻഡ് എക്സ്പെക്ടേഷൻ ദാറ്റ് ദ സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം വിൽ കം ത്രൂ ദ യൂസ് ഓഫ് വെരിഫൈഡ് നോളേജ്. നമുക്ക് തുറന്ന് ചിന്തിക്കാനുള്ള മനസ്സ്, അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള നോളേജ് തന്നെ നമ്മൾ പഠിക്കണം എന്നുള്ള നമ്മുടെ ഒരു ഡിസയർ, ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഒരു സൊല്യൂഷന്റെ പ്രോബ്ലം നമ്മൾ സയന്റിഫിക് വേയിലൂടെ പോയാൽ നമുക്ക് കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം, ഒരു എക്സ്പെക്ടേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി ഒരു കുട്ടിക്ക് സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അവർ ഓപ്പൺ മൈൻഡ്നെസ് ഉണ്ടാവും, ഒബ്ജക്ടിവിറ്റി ഉണ്ടാവും, പിന്നെ എന്താണ്? ഫ്രീഡം ഫ്രം ബിലീഫ് ഇൻ സൂപ്പർസ്റ്റിഷൻ. സൂപ്പർസ്റ്റിഷനിൽ ബിലീവ് ഇല്ല. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിനൊരു കോസ് ഉണ്ടാവും എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാക്ട്സും ഫിക്ഷനും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടാവും.
അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പേഴ്സൺ വരുന്നത്. ഇനി എങ്ങനെ ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും? നമ്മൾ കുറെ കാര്യങ്ങൾ വായിക്കുക, ടെക്സ്റ്റ് ബുക്ക് നോളേജ് മാത്രമല്ലാണ്ട് നമ്മൾ പല കാര്യങ്ങളും വായിച്ചെടുക്കുക. അതുപോലെ തന്നെ ഈ സൂപ്പർസ്റ്റിഷൻസ്, നമ്മുടെ ചുറ്റും നടക്കുന്ന സൂപ്പർസ്റ്റിഷൻ എന്താണെന്ന് ഒരു സ്റ്റഡി നടത്തി അതിനെ റോങ് ആയിട്ട് പ്രൂഫ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുക. പ്രോപ്പർ യൂസ് ഓഫ് ലബോറട്ടറി പീരീഡ്സ്, നമ്മൾ ലബോറട്ടറി പീരീഡിൽ ലാബ് അവർ വരുമ്പോൾ കുട്ടികളെയൊക്കെ ലാബിൽ കൊണ്ടുപോയി അതിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക. പിന്നെ co-curricular activities പ്ലാൻ ചെയ്യുക, സയൻസ് റിലേറ്റഡ് ടോപ്പിക്സിന്റെ ബേസിസിൽ ഡിബേറ്റ്സ് നടത്തുക. ഈ അറ്റ്മോസ്ഫിയർ ഓഫ് ദ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. കുട്ടികൾക്ക് ചോദ്യം ചോദിക്കാനുള്ള ഒരു സ്പേസ് അവിടെ കുട്ടികൾക്ക് കിട്ടണം. പിന്നെ ടെക്നോളജി ഇന്റഗ്രേറ്റഡ് ആക്കുക. അപ്പൊ ഇതിലൂടെ ഇപ്പൊ ഒരു കുട്ടിയുടെ സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്ര നേരം നമ്മൾ പഠിച്ചത് സയന്റിഫിക് ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. ഇനി എന്താണ് സയന്റിഫിക് ആപ്റ്റിറ്റ്യൂഡ്? അപ്പൊ സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് പറഞ്ഞു. നമ്മൾ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ തിങ്ക് ചെയ്യുന്ന, ലേൺ ചെയ്യുന്ന, സോൾവ് ചെയ്യുന്ന വിധത്തിനെയാണ് നമ്മൾ സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഒരു പേഴ്സൺസിന്റെ മൈൻഡ് സെറ്റ് ഓർ അപ്രോച്ച് ടുവേർഡ്സ് എ പ്രോബ്ലം ഇൻ സയൻസ്. ഓക്കെ, ഇവിടെ സയന്റിഫിക് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? പേഴ്സന്റെ നാച്ചുറൽ എബിലിറ്റി ഓർ ടാലന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സയന്റിഫിക് ആപ്റ്റിറ്റ്യൂഡ്. ടു വർക്ക് ഇൻ എ സയന്റിഫിക് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ. അതിന്റെ കീ കോമ്പണൻസ് എന്ന് പറയുന്നത് ലോജിക്കൽ റീസണിംഗ് എബിലിറ്റി, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, ന്യൂമറിക്കൽ ആൻഡ് അനലിറ്റിക്കൽ തിങ്കിങ്, ability to observe and interpret data, interest in science subject, innovation and creativity in the scientific work ആണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ബ്രാഞ്ചസ് ഓഫ് സയൻസ് ആണ്. അപ്പൊ സയൻസിനെ നമ്മൾ മൂന്നെണ്ണായിട്ട് തിരിച്ചിട്ടുണ്ട്: ഫിസിക്കൽ സയൻസ്, ലൈഫ് സയൻസ്, എർത്ത് സയൻസ്. ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ physical science is the study of non-living systems and law of nature. non-living സിസ്റ്റത്തിനെ കുറിച്ചുള്ള സ്റ്റഡി ആണ്. അതിൽ വരുന്ന ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ആസ്ട്രോണമി ആൻഡ് ജിയോളജി ആണ്. ഇനി ലൈഫ് സയൻസ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ലിവിംഗ് ഓർഗാനിസം ആൻഡ് ലൈഫ് പ്രോസസ് ആണ്. അതിന്റെ പാർട്ട് വരുന്നത് ബോട്ടണി, ബയോളജി, സുവോളജി, മൈക്രോബയോളജി, ജനറ്റിക്സ്, എക്കോളജി ആണ്. Then earth science എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് എർത്ത് ആൻഡ് ഇറ്റ്സ് അറ്റ്മോസ്ഫിയർ. അതിൽ വരുന്നത് മെറ്റീരിയോളജി ആൻഡ് ഓഷനോഗ്രഫി ആണ്. ഇനി എന്താണെന്ന് ജസ്റ്റ് ഇപ്പൊ ഫിസിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, സ്റ്റഡി ഓഫ് മാറ്റർ, എനർജി, മോഷൻ ആൻഡ് ഫോഴ്സസ് ആണ്. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ വരുന്നതാണ് എമർജൻസ് ഓഫ് ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്ട്സ്. അപ്പോൾ ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമൺ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടോ അതിൽ കൂടുതലോ സബ്ജക്ട്സ് കമ്പൈൻ ചെയ്യുക എന്നതിനെയാണ്. അത് കമ്പൈൻ ചെയ്തിട്ട് ഒരു ന്യൂ ബ്രാഞ്ച് ഓഫ് സയൻസ് എമർജ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി ബ്രാഞ്ച് ഓഫ് സയൻസ് എന്ന് പറയുന്നത്. അതിന് ഇപ്പോൾ 3 എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്: ബയോടെക്നോളജി, ബയോഫിസിക്സ്, ആസ്ട്രോബയോളജി. ബയോടെക്നോളജി എന്ന് പറയുന്നത് ബയോളജിയുടെയും ടെക്നോളജിയുടെയും ഒരു കോമ്പിനേഷൻ ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്? Biotechnology uses biological system, living organism or their derivatives to develop a product and process for their specific use. എക്സാമ്പിൾ വരുന്നത് ഇപ്പൊ ജനറ്റിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ജീൻ തെറാപ്പിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബയോടെക്നോളജി എന്ന് പറയുന്ന ഫീൽഡാണ്. ദെൻ എന്താണ്? ബയോഫിസിക്സ്, ബയോളജിയും ഫിസിക്സും കൂടെ. നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഫിസിക്സിന്റെ മെത്തേഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ബയോളജിക്കൽ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുകയാണ്. അറ്റ് മോളിക്കുലർ ആൻഡ് സെല്ലുലർ ലെവൽസ്. അതിന് എക്സാമ്പിൾ വരുന്നതാണ് MRI ആൻഡ് എക്സ്റേ, ക്രിസ്റ്റലോഗ്രഫി, പിന്നെ അയോൺ ചാനൽസ് ആൻഡ് നെർവ് ഇമ്പൾസസിനെ കുറിച്ച് പഠിക്കുന്നത്. പിന്നെ വരുന്നതാണ് ആസ്ട്രോബയോളജി, ആസ്ട്രോണമി, ബയോളജി പ്ലസ് ജിയോളജി. ആസ്ട്രോബയോളജി ഇതിനെ കുറിച്ചാണ് പഠിക്കുന്നത്: ഒറിജിൻ, ഇവോല്യൂഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഫ്യൂച്ചർ ഓഫ് ലൈഫ് ഇൻ ദ യൂണിവേഴ്സ്. അപ്പൊ അതിന് എക്സാമ്പിൾ വരുന്നതാണ് ഇപ്പൊ മാസ് ആൻഡ് യുഫോറിയയിൽ വെള്ളത്തിന്റെ ഹാബിറ്റബിൾ എൻവയോൺമെന്റ് ആണോ എന്ന് നോക്കുന്നത്. സ്പേസ് എക്സ്പ്ലോറേഷൻ മിഷൻ, എക്സാമ്പിൾ നാസ, ISAയുടെ സ്പേസ് എക്സ്പ്ലോറേഷൻ മിഷൻ ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഫസ്റ്റത്തെ യൂണിറ്റിൽ വരുന്നത്. നമ്മൾ ഫസ്റ്റത്തെ യൂണിറ്റ് ഏകദേശം അല്ല, സിലബസിൽ വന്നിരിക്കുന്ന എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ബൈ.